ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബാധ്യതയാക്കാണ്. ഡെയിലി വീഡിയോ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ ഞാൻ വാക്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ ഇനി ഇടാത്തൊരു പാർട്ടുണ്ട്. അത് എൻ്റെ ഈ താടി, എൻ്റെ ഈ ഇവിടം നമ്മുടെ ഈ വാക്സ് വെച്ചിട്ട്, ഈ വാക്സ് ഇതാണോ ഞാൻ ഓർക്കണില്ല, ഇതിലേതോ ഒരു വാക്സ് വെച്ചിട്ട് താടി സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത് ജെൻസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഞാനത് ചെയ്ത എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വാക്സിങ് എക്സ്പീരിയൻസ് ആണ്. ഞാനിത് സത്യത്തിൽ കണ്ടിട്ടുള്ളെങ്കിൽ ഇത് എന്താണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ലേഡി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ നമ്മൾ ഒത്തിരി വീഡിയോ യൂട്യൂബുകളിലൊക്കെ കാണാനാണല്ലോ ഇവിടെയൊക്കെ വാക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇത് സെറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ഉപയോഗിച്ച് സെറ്റ് ചെയ്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ശരിക്കും ചെയ്തത് എൻ്റെ ഇതിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ജെൻസിനും ഇതേപോലെ തന്നെ താടി സെറ്റ് ചെയ്യാൻ ആ വാക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലേഡീസിൻ്റെ അപ്പർ ലിപ്പോ അല്ലെങ്കിൽ അണ്ടർആംസോ അങ്ങനെ സെൻസിറ്റീവ് പാർട്സൊക്കെ ചെയ്യാനും അതേ വാക്സ് തന്നെ സാധിക്കും. അതിൻ്റെ കുറേ റേഞ്ച് നമ്മുടെ അടുത്തുണ്ട്. 1600 രൂപയുടെ റിക്കയുടെ ബീൻസ് വാക്സ് മുതൽ 1199 ഐറ്റൽ വാക്സ്, അതുപോലെ ബോഡി കെയർ, ഫ്ലോറിന, ഈ ബോഡി കെയറിൻ്റെ ചെറുതുമുണ്ട്. ഒരെണ്ണത്തിന് 200 രൂപ, ഇത് 170 രൂപ, 150 രൂപ, അങ്ങനെ ഇതിൻ്റെ വലുതുമുണ്ട്. ഇതിൻ്റെ വലുതാണ് ഈ കാണുന്നത്. ഇതൊക്കെ സ്ട്രിപ്പില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ബോഡി സത്യത്തിൽ റിക്കയുടെ അവക്കാഡോ എന്ന് പറഞ്ഞ ഫ്ലേവറാണ്. പക്ഷേ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബനാനയാണ്. ബനാന നോർമൽ വാക്സാണ്. പക്ഷേ ഇതിൻ്റെ അവക്കാഡോ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഒരു പിക്ചർ വരുന്നുണ്ട്. അത് നമുക്ക് സ്ട്രിപ്സ് ഇല്ലാതെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ താടി സെറ്റ് ചെയ്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദനയൊന്നും എനിക്കില്ല. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് ലേഡീസിന് അത് എത്രത്തോളം പെയിൻഫുള്ളായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ ഇതിന് ശേഷം ആ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു എൻ്റെ മുഖത്താണല്ലോ കാണിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അപ്പർ ലിപ്പോ അല്ലെങ്കിൽ സെൻസിറ്റീവ് പാർട്ടോ അല്ലെങ്കിൽ അണ്ടർ ആംസോ ഒക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. അതിന് വേണ്ടിയിട്ടുള്ളതാണ്, സ്ട്രിപ്ലെസ് വാക്സ് ആണെന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുക, നിങ്ങൾ അതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. ജെൻസ് ആയിട്ടുള്ള ആളുകൾക്കും ഈ പറയുന്ന സാധനം ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ വാക്സൊക്കെ പല വീഡിയോയിലും നിങ്ങൾ ചെയ്യണം കണ്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇത് നിങ്ങൾക്കും താടിയൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് വന്നത്. തൽക്കാലം അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ. അങ്ങനെയല്ല, നമ്മൾ ഇത് ബേഡ് ഷേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യം ആ സിസർ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു വര എടുക്കും. പക്ഷെ അതെന്താ ഓർമ്മ വെച്ചാൽ ചിലപ്പോൾ ആ ലൈനിന് അപ്പുറത്തേക്ക് വേദന ഉണ്ടാവും ഇത് ആൾക്കാർ ചോദിക്കണം. ഞാൻ പറയും വേദന ഉണ്ടാവും എന്ന് പറയും. വേദന അനുഭവിക്കാൻ പോകുമ്പോൾ ഒരു എങ്ങനെയാണ് നോക്കട്ടെ. ജെൻസ് എല്ലാവരും കണ്ടുപിടിച്ചോ. എല്ലാവരും ഈ ഗൾഫിൽ മാത്രമേ ഈ വീഡിയോ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വിവരമായിട്ട് വേദന എടുക്കുമ്പോൾ കരയണ കാണരുത്, അത് കട്ട് ചെയ്തോളൂ. ഫേസിനൊക്കെ ചൂടുണ്ടോ നിങ്ങൾക്ക്? ആളുടെ ചെയ്ത പോലെ ചൂടുണ്ടോ? അതിന് ചൂടൊന്നുമില്ല. 60 to 40 ഡിഗ്രി വേദനയല്ലേ? അത് കുഴപ്പമില്ല, ഉണ്ടാവും. അതിന് പറയാവേണ്ട കാര്യമില്ല. ചൂടില്ല കേട്ടോ, വളരെ ചെറിയ ചൂടുള്ളൂ. എന്താ പറയുക, ചൂട് നമുക്ക് ഫീൽ ചെയ്യണ്ട. നമ്മളൊരു അയൺ ചെയ്ത ക്ലോത്തിൽ പിടിച്ച ആ ചൂടേ ഉള്ളൂ. ചൂടൊന്നും പ്രശ്നമില്ല. ഇത് വലിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് നോട്ടെ. ഈ സിമ്പിളാണല്ലോ, ഒന്നും തോന്നില്ല. അത്ര കാര്യമുണ്ട്. സോ ഞാനൊരു പരീക്ഷണത്തിനൊരു സാധനം കൊടുത്താണ്. നിങ്ങളൊന്ന് കൈയടിച്ച ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളല്ലേ? ഇത് ശരിയാണല്ലോ. വീട്ടിൽ ചെന്ന് വൈഫിനോട് ചെയ്യാൻ പറഞ്ഞാൽ മതി. എപ്പോഴും ഷേപ്പ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല.
after this, left 1 or 2 eggs, we can remove by thread. ഇനി ചെറിയ തന്നെ ത്രെഡ് ഇട്ടിട്ട് For little bit 1 or 2 here. Because we are not applying the wax now again and again on face. ചൂടൊന്നും തോന്നണില്ല കേട്ടോ. ശരിക്കും നമ്മൾ കുളിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കില്ല, ചൂടാക്കൂലേ, അത്രയും തന്നെയേ ഉള്ളൂ. You feel any pain?